ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് വേറെ പാചകമോ അല്ലെങ്കിൽ പാട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ. ഇന്ന് ഞാനൊരു കഥ പറയാനാണ്. നമ്മുടെ ഭാഗവത ഹംസ മള്ളിയൂർ ശങ്കര നമ്പൂതിരി പാടിനെ നിങ്ങൾ അറിഞ്ഞു കാണുമോയെന്ന് വിശ്വസിക്കുന്നു. അറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. കുറച്ച് 1000 സപ്താഹ വേദികളിൽ പിന്നിട്ട് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭാഗവത ഹംസ പദവി നൽകി ആദരിച്ച പുണ്യജന്മമാണ്. ഞാൻ പറയണതിൽ വല്ല തെറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഒരു കഥ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പുണ്യജന്മം എടുത്തുള്ള ആളാണ് ഈ ശങ്കര നമ്പൂതിരി, മള്ളിയൂർ ശങ്കര നമ്പൂതിരി കേട്ടോ. അപ്പോൾ ഭാഗവത ഹംസ പദവി ലഭിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് ഗുരുവായൂർ പോകണം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒന്ന് നമുക്ക് ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും മള്ളിയൂർ അവിടെ ഗുരുവായൂർ എത്തിയെന്നുള്ളത് ജനങ്ങളും പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആൾക്കാരെല്ലാവരും അറിഞ്ഞു, ജീവനക്കാരെല്ലാവരും അറിഞ്ഞു. അപ്പോൾ വേഗം എന്താ ഉണ്ടായെന്നറിയോ, ഈ മള്ളിയൂരിനെ അവർ നേരിട്ട് വന്നിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി, ഗുരുവായൂരപ്പൻ്റെ നടക്കിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇവർ അറിഞ്ഞിട്ടുണ്ടായില്ല, ഭാര്യ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായില്ല. മള്ളിയൂർ എന്താ വിചാരിച്ച്, ഭാര്യ എന്നെ കൊണ്ടുപോകണോടൊപ്പം എൻ്റെ ഭാര്യ പിന്നാലെ ഉണ്ടാവുന്ന മള്ളിയൂരും വിചാരിച്ചു. അങ്ങനെ തുഴലും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ ഈ തിക്കിലും തിരക്കിലും പെട്ട് വേറെ വീടിൻ്റെ പടിയൊന്നും പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാത്ത ഒരാളാണ്. ഗുരുവായൂർ അമ്പലത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ഇങ്ങനെ ഒറ്റയ്ക്കായി നിന്ന് പോയത്. അപ്പം ഭാര്യ കൂടെ ഉണ്ടെന്നുള്ള ധാരണയിൽ മള്ളിയൂരും പോയി. ക്ഷേത്രത്തിനുള്ളിലേക്ക് നടന്ന് കുറേ കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മള്ളിയൂർ പുറത്ത് വന്നപ്പോൾ ഭാര്യ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി എന്താ ചെയ്യുക? പിന്നെ കുറേ വിശേഷാൽ പൂജകളുള്ള കാരണം അന്ന് പിന്നെ നട തുറക്കലും നട അടച്ചതിൻ്റെ പിന്നാലെ ഒന്നും തുറന്ന സമയത്ത് പോകാനും പറ്റിയില്ല. പിന്നെ അടയ്ക്കലും ഇതൊക്കെ ആയിട്ടുള്ള സമയമായിരുന്നു. കാരണം ആ അമ്മയ്ക്ക് പിന്നെ തൊഴാനേ പറ്റിയില്ല കേട്ടോ. വീട്ടിലെത്തിയിട്ടും ആ അമ്മ മള്ളിയൂരിനോട് മിണ്ടാതിരിക്കുകയാണ്, പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്താ, ഭാര്യയുടെ ദേഷ്യം അറിയാവുന്ന നമ്പൂതിരി 2 ദിവസം അങ്ങനെ പിണങ്ങിയിട്ട് തന്നെ ഇരുന്നു. ഒന്നും പറഞ്ഞിട്ട് രക്ഷയില്ല എന്നറിയാം. എന്താ വെച്ചാൽ തൊഴാൻ പറ്റിയില്ലല്ലോ, ആളാഗ്രഹിച്ചിട്ട് പോയതാണല്ലോ, അപ്പോൾ തൊഴാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ വിഷമം ആൾക്കുണ്ട്. 3-ാം ദിവസം ഭാര്യയോട് തിരുമേനി എന്താ പറഞ്ഞു വെച്ചാൽ, നീ വിഷമിക്കണ്ട, നമുക്ക് അടുത്ത് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാം, അപ്പോൾ നമുക്ക് തൊഴാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ എന്താ പറഞ്ഞു വെച്ചെങ്കിൽ, നീരസം പൂണ്ടിട്ട് ഉള്ളിൽ മള്ളിയൂരിനോട് പറയണം, ഉള്ളിലത്തെ എല്ലാ വിഷമങ്ങളും കൊണ്ട് മള്ളിയൂരിനോട് പറഞ്ഞു, എന്നെ കയറ്റാത്ത ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലേക്ക് ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ ഞാൻ ഇനി വരുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇനി ഞാൻ മരിക്കുന്നത് വരെ, ആ അമ്മ പറയാണ്, ഇനി മരിക്കുന്നത് വരെ ഞാൻ ആ ഗുരുവായൂരപ്പനെ കാണാൻ ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഞാൻ വരില്ല എന്ന് പറയാണ്. അപ്പോൾ എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞു കേട്ടോ. ഭാര്യയുടെ വാശി അറിയാവുന്ന മള്ളിയൂർ പിന്നീട് പല തവണ ഗുരുവായൂർ പോകുമ്പോഴും വിളിച്ചു, മള്ളിയൂർ വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ചെന്നില്ല കേട്ടോ. അങ്ങനെ ശബ്ദം ചെയ്തതാണല്ലോ, അപ്പോൾ പിന്നെ ചെന്നില്ല. ആ അമ്മ പിന്നെ കണ്ണനെ കാണാൻ ഗുരുവായൂരിലേക്ക് പോയേ ഇല്ല. വർഷങ്ങൾ കടന്നു പോയിട്ടാ, കുറേ നാളിങ്ങനെ കടന്നു പോയപ്പോൾ മള്ളിയൂരിൻ്റെ സപ്തതി ആഘോഷം വന്നു. സപ്തതിയുടെ ആഘോഷം എല്ലാവരും ജനങ്ങളും എല്ലാം അറിഞ്ഞു. ഈ കഥ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുത്തു. ഗുരുവായൂരപ്പനെ മള്ളിയൂർ ഇല്ലത്തെ ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പൻ്റെ മള്ളിയൂർ
അത്രയും ഇഷ്ടമായിട്ടുള്ളതാണ് ഈ മള്ളിയൂരിനെ ഈ ദേവസ്വം ബോർഡുകാർക്കും എല്ലാവർക്കും പദവിയൊക്കെ കൊടുത്ത് ഇതെടുത്തിട്ടില്ലല്ലേ, ഹംസ പദവിയൊക്കെ കൊടുത്തുള്ളതല്ലേ. അതുകൊണ്ട് അപ്പോൾ ഈ കഥകൾ ഒന്നും അറിയാതെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കുന്നു. ഗുരുവായൂരപ്പനെ മള്ളിയൂർ ഇല്ലത്തെ സപ്തതിയുമായി ബന്ധപ്പെട്ട് സപ്താഹവേദിയിലേക്ക് എഴുന്നള്ളിക്കുന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ സപ്താഹവേദി ആ സപ്തതിക്ക് നമുക്ക് അങ്ങോട്ട് ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകാമെന്ന്. അപ്പം നോക്കി നോക്ക്, അമ്മയുടെ ഒരു ശബ്ദത്തിനനുസരിച്ച് തന്നെ വന്നു. അപ്പോൾ ഒരു കാര്യം, അപ്പോൾ ഭഗവാന് ഇഷ്ടമുള്ളവർക്ക് ഭഗവാന് ഇഷ്ടമുള്ളവരെയും ഭഗവാനെ സ്നേഹിക്കുന്ന ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമുണ്ട്. അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സപ്താഹവേദിയിലേക്ക് എഴുന്നള്ളിക്കുന്നു. ടിപ്പുവിൻ്റെ ആക്രമണത്തിന് മുൻപ്, ടിപ്പുവൊക്കെ ഉള്ള സമയത്താണ് ഉള്ള ടൈമിൽ ആക്രമണത്തിൻ്റെ മുൻപ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്നതല്ലാതെ നടയ്ക്ക് പുറത്ത് ഇത്രയും ദൂരം ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് പതിവേ ഇല്ല. ടിപ്പുവിൻ്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആക്രമണത്തിൻ്റെ മുൻപ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂരപ്പനെ കൊണ്ടുപോയത് അല്ലാണ്ട് നടയ്ക്ക് പുറത്ത് ഇത്രയും ദൂരം ഭഗവാനെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം കണ്ടില്ലേ, ഗുരുവായൂരപ്പനെ സ്വീകരിക്കാൻ മള്ളിയൂർ ഇല്ലം ഒരുങ്ങി. ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ മള്ളിയൂർ ഇല്ലം ഒരുങ്ങി നിന്നു. എന്താ ചെയ്യാൻ, ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വരികയല്ലേ, നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ വാശി കാണിച്ചിട്ട് വരാണ്ടിരിക്കുക. പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുക്കണ്ടേ. ആകെ ഒരുക്കി മള്ളിയൂർ ഇല്ലം ഒരുങ്ങി ആചാര അനുഷ്ഠാനങ്ങളോട് കൂടി ഗുരുവായൂരപ്പൻ മള്ളിയൂർ ഇല്ലത്തിൻ്റെ പടിവാതിൽ വരെ എത്തി. അപ്പോഴാണ് ആ അമ്മ തൻ്റെ ഭാഷയെ കുറിച്ചിട്ട് ഓർമ്മ വന്നത്. എൻ്റെ ഈശ്വര, ആ ഭാഷയെക്കുറിച്ച് ഓർത്ത് ജഗത് കാരണഭൂതനായ ഭഗവാൻ തന്നോട് തോറ്റു തന്നിരിക്കുന്നു. സാധു സ്ത്രീയായ തന്നെ ഇങ്ങോട്ട് വന്ന് ഭഗവാൻ കാണുന്നു. തൻ്റെ വീട്ടിലേക്ക് വന്ന ഭഗവാനെ ആ അമ്മ നിറക്കണ്ണുകളോടെ നോക്കി സ്വീകരിച്ചു. ഭഗവാന്റെ പാദം കഴുകാൻ ജലമെടുത്ത് ക്ഷേത്രക്കുളത്തിനടുത്ത് നിന്ന് ഓടിയെത്തിയ ആ അമ്മ ഗുരുവായൂരപ്പൻ്റെ മള്ളിയൂരില്ലത്ത് ആ സ്ഥാനമായ ആ നിമിഷം കുറ്റബോധം കാരണം ഹൃദയം പൊട്ടി കുഴഞ്ഞു വീണു വിഷ്ണു പാദത്തിലേക്ക് പ്രാപിച്ചു. അത്രയും മനസ്സിന് ധൈര്യമില്ല. എന്നാലും ആ കാണാത്തൊരു വിഷമത്തിൽ അമ്മ അങ്ങനെ പറഞ്ഞു പോയെങ്കിലും ഭയങ്കര വിഷമമായി ആൾക്ക്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും വാശി കാണിച്ച് ഞാൻ പിന്നെ ഗുരുവായൂർ എത്തിയില്ല. എന്നാലും എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നല്ലോ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ട് ആ ഗുരുവായൂരപ്പന് കാക്കിൽ വീണിട്ട് ആള് വീണു. ചില ഭക്തരുടെ മനസ്സുകൾക്ക് മുന്നിൽ ഭഗവാൻ അങ്ങനെയാണെന്ന്, ചില ഭക്തരുടെ മനസ്സിൽ അങ്ങനെയാണ്, മുന്നിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് ചെന്ന് കാണുക പറഞ്ഞാൽ അതൊരു നല്ലൊരു ഇതല്ല. തോറ്റു കൊടുക്കും ഭഗവാൻ ചില സമയങ്ങളിൽ. പക്ഷെ തൻ്റെ നിഷ്കളങ്ക ഭക്തരെ ദ്രോഹിക്കുന്നത്, അത് ദ്രോഹിക്കുന്ന മനുഷ്യരെ ഭഗവാൻ വെറുതെ വിടുകയില്ല. ഭഗവാന്റെ ലീലകൾ പറഞ്ഞാൽ തീരില്ല. അങ്ങനെയാണ് ഈയൊരു കഥ. അതാണ് ഈ മള്ളിയൂർ ശങ്കര നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത്. മള്ളിയൂർ ശങ്കര നമ്പൂതിരിപ്പാട് കേട്ടോ. 1000 സപ്താഹവേദി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗീകാരം എന്താ പറയുക ഭാഗവത ഹംസ പദവി നൽകി ആദരിച്ച പുണ്യജന്മമാണ്. അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലേക്ക് എത്തിയാലും ഭഗവാൻ അവരുടെ എപ്പോഴും കരുണ ഉണ്ടാവും. അതുപോലെ നിങ്ങളും ഓരോരുത്തർ മനസ്സിൽ നല്ല നല്ല ചിന്തകളോട് കൂടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരോട് നല്ലത് പെരുമാറുക. പിന്നെ നമ്മൾ ഏതാഗ്രഹം നമ്മൾ ആപത്ത് വരുമ്പം വിളിച്ചിട്ട് ഒരു കാര്യമില്ല.
നമ്മളെപ്പോഴും ഭഗവാനിൽ നമ്മൾക്ക് വിശ്വാസം ഒരച്ഛൻ അമ്മ എങ്ങനെ നമ്മൾ സ്നേഹിച്ച് നമ്മളെ കൊണ്ടുപോകണു അതേമാതിരി ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുക. എന്നെ എന്തായാലും ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ച് ഗുരുവായൂരപ്പനെന്നല്ല, നിങ്ങൾക്ക് ആരെയാണോ ഏത് ദേവനാണോ ഏത് ദേവിയാണോ ഏത് ഭഗവാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരേനെ വിളിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ അവർ കൈവിടില്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ആരും തിരിച്ചു തരും. അത് ഭഗവാനായാലും മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും എല്ലാവരും. അപ്പോൾ അതുപോലെ നിങ്ങൾ സ്നേഹിക്കുക, നന്നായി ജീവിക്കുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറയാൻ നിർത്തും.